കൊല്ലം അഞ്ചലിൽ UDF സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതായി പരാതി. ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കുന്ന CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഫ്ലക്സ് വലിച്ചു കീറിയതിനു ശേഷം ബോർഡ് ഇവർ കടത്തിക്കൊണ്ടുപോയി. പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു. ഇല്ല, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു 2 ദിവസമായി നമ്മുടെ ത്രിവേണിയുടെ ഭാഗത്തും അതുപോലെ ബൈപ്പാസിൽ മരത്തിൽ കെട്ടി വെച്ചിരുന്ന അങ്ങനെ 2-3 ബോർഡുകൾ UDFന്റെ ബോർഡുകളാണ് കാണാതായത്. അത് ആരാ എടുത്തതെന്നൊന്നും ജനങ്ങൾ തീരുമാനിക്കും. പക്ഷേ എടുത്തവരോട് എനിക്ക് വിരോധമോ വിദ്വേഷമോ വെറുപ്പോ ഒന്നും ഇല്ല. പക്ഷെ ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കുക, അങ്ങനെ ഒരു കാര്യമേ പറയാനുള്ളൂ. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചോളൂ. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, ഇതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ആരാണ് ഇത് ചെയ്തത് എന്നത് സംബന്ധിച്ച് UDF നേതൃത്വം എന്താണ് പ്രതികരിക്കുന്നത്? അവരുടെ വിവരങ്ങൾ എന്താണ് സലീം മാലിക്? റീജിത്ത്, UDF നേതാക്കൾ പറയുന്നത് ഈ രാഷ്ട്രീയ വൈരാഗ്യം മൂലം എതിർ പാർട്ടിക്കാരാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ കടത്തിക്കൊണ്ട് പോയത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ ഡിമാൻഡുള്ളതാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ അടിച്ചുകൂട്ടുന്ന പട്ടിയലുകൾക്ക്. ഇനി ആ പട്ടിയലുകൾക്ക് വേണ്ടിയാണോ ഒരു ഫ്ലെക്സ് ബോർഡ് 3-ലധികം ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ച് ഇത് എടുത്തുകൊണ്ട് പോയത് എന്നറിയില്ല. പക്ഷേ എന്തായാലും അവർ CCTVയിൽ കുടുങ്ങും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നിലവിൽ അതുമായി ബന്ധപ്പെട്ട അഞ്ചൽ ബൈപ്പാസ്, ഒപ്പം തന്നെ അഞ്ചൽ മാർക്കറ്റ് റോഡ്, ത്രിവേണിയുടെ സമീപത്ത് അങ്ങനെ ഇരുന്ന 2 സ്ഥലങ്ങളിൽ നിന്നുള്ള ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് നമുക്ക് കിട്ടിയത്. ബൈക്കിലെത്തിയ 2 യുവാക്കളാണ് ആ ഫ്ലെക്സ് ബോർഡ്, കെട്ടിയിരിക്കുന്ന ഫ്ലെക്സ് ബോർഡ് താഴെ കഴിച്ചു വെക്കുകയും അതിന് പിന്നാലെ അതിലുണ്ടായിരുന്ന UDF സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സുകൾ വലിച്ചു കീറി കളഞ്ഞതിന് ശേഷം ആ പട്ടിയലിൽ മാത്രം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അഞ്ചൽ പോലീസിൽ ഈ സ്ഥാനാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. അഞ്ചൽ റേഞ്ച് ഓഫീസ് വാർഡ്, ഒപ്പം തന്നെ അഞ്ചൽ മാർക്കറ്റ് വാർഡ് എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകളാണ് നശിപ്പിച്ചിരിക്കുന്നത്. ഈ 2 സ്ഥാനാർത്ഥികളും അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് ഇതാരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. റജിത്ത്, സലീം മാലിക് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.